ഒരു ബിരിയാണിക്ക് എത്രയായിരിക്കും വില? 100, 150 അല്ലെങ്കിൽ ഒരു 200. പലയിടത്തും പല വിലയാണ് നമ്മുടെ ബിരിയാണിക്ക്. എന്നാൽ ഒരു പ്ലേറ്റ് ബിരിയാണിയുടെ വില 20,000 രൂപയാണെന്ന് കേട്ടാലോ? ഞെട്ടണ്ട, സത്യമാണ് പറയുന്നത്. ദുബായിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ബിരിയാണിയായ റോയൽ ഗോൾഡ് ബിരിയാണി ലഭിക്കുന്നത്. പേര് പോലെ തന്നെ സ്വർണം അടങ്ങിയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ദുബായിലെ ബോംബെ ബോറ ഹോട്ടലാണ് ഈ വില കൂടിയ ബിരിയാണി വിളമ്പുന്നത്. മലൈ ചിക്കൻ, രാജ്പുതാന മുർഗ്സുല, ചിക്കൻ മീറ്റ് ബോൾ അങ്ങനെ 3 തരത്തിൽ ചിക്കൻ ഗ്രില്ലുകളാണ് ഒരു പ്ലേറ്റ് ബിരിയാണിയിൽ ഉണ്ടാവുക. കൂടാതെ കശുവണ്ടി, മാതള നാരങ്ങ, ലാം ചോപ്സ്, ലാംസിക് കബാബ്, 23 ക്യാരറ്റ് ഭക്ഷ്യയോഗ്യമായ സ്വർണ്ണ ഇലകളും കൊണ്ട് അലങ്കരിച്ചതാണ് റോയൽ ഗോൾഡ് ബിരിയാണി. 3 കിലോയോളം ഭാരമാണ് ഈ ബിരിയാണിക്കുള്ളത്. ബിരിയാണിയിലെ മറ്റു ചേരുവകളെ കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും ഹോട്ടൽ ഉടമകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ബിരിയാൻ, ബിരിഞ്ച് എന്നീ പേർഷ്യൻ വാക്കുകളിൽ നിന്നാണ് ബിരിയാണി എന്ന പേര് വന്നതായി പറയപ്പെടുന്നത്. ഇന്ത്യൻ ബിരിയാണിയിലെ രാജാവാണ് ഹൈദരാബാദ് ബിരിയാണി. നമ്മുടെ തലശ്ശേരി ബിരിയാണിയും കോഴിക്കോടൻ കല്യാണ ബിരിയാണിയും ഒന്നും അത്ര മോശമൊന്നുമല്ല. 50 തരത്തിലധികം ബിരിയാണികൾ ലോകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബിരിയാണി ഇന്ത്യയിൽ എത്തിയതിനെ കുറിച്ച് പലതരം കഥകൾ നിലവിലുണ്ട്. മുഗൾ രാജാവായ ഷാജഹാന്റെ പത്നി മുംതാസ് ആണ് ബിരിയാണി എന്ന വിഭവം ഉണ്ടാവാൻ കാരണമെന്നാണ് പ്രചരിക്കുന്ന കഥകളിൽ ഒന്ന്. ഒരിക്കൽ മുഗൾ സൈന്യത്തിന്റെ കൂടാരം സന്ദർശിച്ച മുംതാസ് പടയാളികൾ ക്ഷീണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. കൃത്യമായ പോഷകാഹാരത്തിന്റെ കുറവാണ് ഇതെന്ന് മനസ്സിലാക്കിയ മുംതാസ് ഇറച്ചിയും ചോറും സുഗന്ധദ്രവ്യങ്ങളും കൂട്ടിക്കലർത്തിയ പുതിയൊരു വിഭവം തന്നെ ഉണ്ടാക്കാൻ പാചകക്കാർക്ക് നിർദ്ദേശം നൽകി. ഇതാണത്രേ ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി. കഥകൾ എന്ത് തന്നെയായാലും ബിരിയാണി ആരാധകർ നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണ്? താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട.